അപ്പൊ എല്ലാവർക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിലേക്കും നമ്മളുടെ മൊഡ്യൂൾ 1 ആയ ദി ഫണ്ടമെന്റൽസ് അല്ലെങ്കിൽ ദി ഫൗണ്ടേഷൻസ് ഓഫ് ദി ഡിജിറ്റൽ എറ എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ മൊഡ്യൂളിലേക്കും സ്വാഗതം കേട്ടോ. സി നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസിന്റെ ഫസ്റ്റ് മൊഡ്യൂള് തന്നെ നമ്മൾ പഠിക്കുന്നത് ഒരു വെബ്സൈറ്റിലൂടെയാണ്. അതായത് ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഐ ഹാവ് ക്രിയേറ്റഡ് എ സ്റ്റണ്ണിങ് വെബ്സൈറ്റ്. ഇതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ. ഈ ഒരു വെബ്സൈറ്റ് അപ്പം നമ്മുടെ ഈ കോഴ്സിൽ നമ്മൾ പഠിക്കും എങ്ങനെയാണിതാ നിങ്ങൾ ഈ കാണുന്ന വെബ്സൈറ്റ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാസ്റ്റർ ക്ലാസ് മൊഡ്യൂൾ 1 ദി ഫൗണ്ടേഷൻ ഇറ എന്ന് പറഞ്ഞ ഈ കാണുന്ന ഒരു അനിമേഷൻ ഒക്കെ കണ്ടത് ഇതൊക്കെ നമ്മൾ വിത്തിൻ സെക്കൻഡ്സ് AI യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തതാണ്, ക്രിയേറ്റ് ചെയ്തതാണ്. അതിനെ നമ്മൾ ഡിപ്ലോയ് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് എങ്ങനെ തരുന്നത്, എല്ലാം ഞാൻ നിങ്ങൾക്ക് ഈ ഒരു അടിപൊളി കോഴ്സിലൂടെ പഠിപ്പിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മൊഡ്യൂൾ 1 നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ദ ബേസിക്സ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഡിജിറ്റൽ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയയിലൂടെ മാർക്കറ്റ് ചെയ്യുന്നതിനെയോ അല്ലെങ്കിൽ പരസ്യം ചെയ്യുന്നതിനോ ഒന്നും അല്ല ഇപ്പൊ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതൊരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ ആണ്, സാധാരണക്കാരന്റെ മനോഭാവമാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതുക്കും മേലെയാണ്. നമ്മൾ ആരും വിചാരിക്കാത്ത കുറെ എന്താ പറയാ ഡാർക്ക് സൈഡ് ഉണ്ട്. അതായത് നോക്കിയേ, നമ്മൾ കവർ ചെയ്യും ദി ഡാർക്ക് സൈഡ് സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇന്ന് നിലനിന്ന് പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ യൂട്യൂബ് കാണാൻ ആൾക്കാരില്ലെങ്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് യൂസ് ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാൻ ആൾക്കാരില്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉണ്ടോ? അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ ഓൺലൈനിലൂടെ സെല് ചെയ്യാൻ പറ്റുമോ? സോ ഫസ്റ്റ് തന്നെ കമ്പനീസ് അല്ലെങ്കിൽ ഈ മെറ്റ പോലുള്ള ഫേസ്ബുക്ക് പോലുള്ള ഇൻസ്റ്റഗ്രാം പോലുള്ള കമ്പനീസ് ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയാമോ? അഡിക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അഡിക്ഷൻ ഉണ്ടെങ്കിൽ ഇവർക്കൊക്കെ പൈസ കിട്ടത്തുള്ളൂ പോക്കറ്റിലേക്ക്. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും കമ്പനികൾ പരസ്യം ചെയ്യണമെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണം അല്ലെ? ആഡ് റൺ ചെയ്യണമെങ്കിൽ ഫണ്ട് കൊടുക്കണം. അപ്പൊ ഫണ്ട് കൊടുത്താൽ മാത്രമാണ് ഇവർക്ക് എന്ത് കിട്ടത്തുള്ളൂ, പൈസ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതിന്റെയൊക്കെ ബേസ് എന്താണ്? അഡിക്ഷൻ ആണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ ഒരു ഡോക്യുമെന്ററി ഉണ്ട്, ദി സോഷ്യൽ ഡിലമ എന്ന് പറയുന്നത്. നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഒന്ന് കണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും ഈ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. ഇതൊന്നും അറിയാണ്ട് നമ്മൾ നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ നമുക്ക് സാധിക്കില്ല കേട്ടോ. സോ അതുകൊണ്ട് ഈ ഒരു കോഴ്സ് നമ്മൾ അത്രയും എൻഗേജിങ് ആയിട്ടും നല്ലൊരു പോസിറ്റീവ് മൈൻഡോടുകൂടിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പൊ ഈ മേലെ കാണുന്ന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പെട്ടെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വാട്ട് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സ്കോപ്പ്, അഡ്വാൻറ്റേജസ്, ഫാക്ട്സ്, ടെർമിനോളജി, ദി ഡാർക്ക് സൈഡ്, സോഷ്യൽ ടൈപ്സ് കേട്ടോ. സോ ഈ പറയപ്പെടുന്ന ഫസ്റ്റ് ക്ലാസ്സിന് മൾട്ടിപ്പിൾ വീഡിയോസ് ആയിട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കാണുന്നുണ്ടാവുക. ബട്ട് വിൽ സ്റ്റിക്ക് ഓൺ ടു ദി സിലബസ്. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കോഴ്സാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട് കേട്ടോ. ബിയോണ്ട് ദ സ്ക്രീൻ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അത് തന്നെ എന്താ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ഇൻ ജസ്റ്റ് അബൌട്ട് ഷോയിങ് ആഡ്സ് ഓൺ എ ഫോൺ. അതാണ് അല്ലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വെറുതെ ഫോണിൽ പരസ്യം കാണിക്കുന്നതല്ല. ഇറ്റ്സ് ദി ആർട്ട് ഓഫ് സൈക്കോളജിക്കൽ കണക്ഷൻ പവേർഡ് ബൈ ഡേറ്റ. അതാണ് ഡേറ്റയുടെ ഒരു സൈക്കോളജിക്കൽ കണക്ഷൻ ആണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെ. നമ്മളൊരു തൊഴിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പണി ചെയ്യുമ്പോൾ നമുക്കത് അങ്ങ് ആസ്വദിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്താൽ അത് അത്ര വലിയ എൻജോയബിൾ ഒന്നും ആയിരിക്കത്തില്ല. കാര്യം എല്ലാം ഏത് ജോലിയും അങ്ങനെയല്ലേ. പക്ഷെ നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറച്ചും കൂടി ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ഇതെന്റെ കരിയർ ആണെന്ന് മനസ്സിലാക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. എപ്പോഴാണെന്നറിയാമോ? ഇതിന്റെ സൈക്കോളജി അറിഞ്ഞ് പഠിക്കുമ്പോൾ. അതാണ് ഞാൻ നേരത്തെ ദി ഡാർക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ഒന്ന് എന്താക്കിയത്, അട്രാക്റ്റീവ് മൈൻഡ് സെറ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ചത്. സോ ഇവിടെ അതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട് അല്ലെ, ഇതൊരു കലയാണ്. ഇത് വെറുതെ ഒരു പണിയൊന്നുമല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈസ് ആൻ ആർട്ട്. ഇറ്റ് ഈസ് ദി ആർട്ട് ഓഫ് സൈക്കോളജിക്കൽ കണക്ഷൻ പവേർഡ് ബൈ ഡേറ്റ. ഡേറ്റ ഇല്ലെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയാസ് ഇല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇല്ല. ഇറ്റ് ഈസ് ദി എക്കോസിസ്റ്റം വെർ ബ്രാൻഡ്സ്, കൺസ്യൂമേഴ്സ്, ടെക്നോളജി ഇന്ററാക്ട് ഇൻ റിയൽ ടൈം. മനസ്സിലാവുന്നുണ്ടോ? റിയൽ ടൈമിൽ ഇന്ററാക്ട് ചെയ്യാണ്. ഇപ്പൊ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഒരാൾക്ക് ഇന്ത്യയിൽ ഇരിക്കുന്ന ഒരാളെ റിയൽ ടൈം ആയിട്ട് വീഡിയോ കോൾ അല്ലെങ്കിൽ കണ്ടുകൊണ്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷെ ഇപ്പൊ അത് സാധിക്കും അല്ലെ. അതാണ് ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു മാജിക് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് എന്ത്, വിത്തിൻ സെക്കൻഡ്സ് ഞാൻ ഇങ്ങനെ എന്താ പറയാ എന്റെ ഞൊടിയിടയിൽ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് എന്റെ കൺമുന്നിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് വരും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ?
ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കത്തില്ല അല്ലെ, വർഷങ്ങൾക്ക് മുന്നേ 10 മിനിറ്റ് കൊണ്ട് എന്റെ വീട്ടിലേക്ക് ഞാനൊരു ചായപ്പൊടി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ എത്തും എന്ന് പറഞ്ഞാൽ 10 വർഷം മുന്നേ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരിക്കലും വിശ്വസിക്കില്ല. ഇപ്പൊ ബ്ലിങ്കിറ്റ് പോലുള്ള കമ്പനീസ് ഒക്കെ അതങ്ങ് എന്താ പറയാ, ആ തിയറീനെ അത് ഫാക്ട് ആക്കി മാറ്റി അല്ലെ, അത് പ്രാവർത്തികമാക്കി. ബ്ലിങ്കിറ്റ് ഒക്കെ, സെപ്റ്റോ പോലുള്ള, ഇൻസ്റ്റാ മോജോ പോലെയുള്ള കമ്പനീസ് ഒക്കെ അത് എന്താക്കി കഴിഞ്ഞു, അതിനെ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു. സോ റിയൽ ടൈമില് കൺസ്യൂമേഴ്സും ബ്രാൻഡും ടെക്നോളജിയും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇവിടെ ബിയോണ്ട് ദ സ്ക്രീനിന് പുറകിൽ സംഭവിക്കുന്നത് അല്ലെ. അൺലൈക്ക് എനി അതർ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഹ്യൂമൻ ഹിസ്റ്ററി, മനുഷ്യ ചരിത്രത്തിൽ സാധാരണയുള്ള കമ്മ്യൂണിക്കേഷൻ പോലെയല്ല, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അലോസ് ഫോർ എ വൺ ടു വൺ കോൺവെർസേഷൻ ഗ്ലോബൽ സ്കെയിൽ അല്ലെ. ഗ്ലോബൽ സ്കെയിലില് വൺ ടു വൺ കോൺവെർസേഷൻ അനുവദിക്കുന്ന ഒരു വ്യത്യസ്തമായ 100% കലയായിട്ടുള്ള ഒരു മാധ്യമമാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. At Skills, we define it as the strategic use of digital channels to influence consumer behavior and drive measurable business outcomes. This includes everything from the email you receive in the morning to the Instagram reel you watch at night. നിങ്ങൾ രാവിലെ നിങ്ങളുടെ മൊബൈലിൽ ഒരു പ്രൊമോഷണൽ മെയിൽ വരുമ്പോൾ മുതൽ നിങ്ങൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ കണ്ടുവെക്കുന്ന റീൽസ് വരെ, മനസ്സിലാവുന്നുണ്ടോ? അതിനിടയിൽ സംഭവിക്കുന്ന ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻസും മെഷറബിൾ ആയിട്ടുള്ള ബിസിനസ് ഔട്ട്കംസും സ്ട്രാറ്റജീസ് ഒക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സോ നമ്മൾക്ക് പതിയെ നമ്മളുടെ കോഴ്സിലേക്കും മൊഡ്യൂൾ 1ലേക്കും കിടക്കാം. ദി വാസ്റ്റ് സ്കോപ്പ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ സ്കോപ്പ് നിസ്സാരമാണ്, ഒരിക്കലും അല്ല, അത് ഭയങ്കര വലുതാണ്. ദി പ്രൊഫഷണൽ കരിയർ അല്ലെ, ഒരാൾക്ക് ഒരു പ്രൊഫഷണൽ കരിയർ ആക്കി മാറ്റാനായിട്ട് സാധിക്കും. എന്തിനെ? ഡിജിറ്റൽ മാർക്കറ്റിംഗിന്. ബിക്കം എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ, SEO സ്പെഷ്യലിസ്റ്റ്, കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ് ഇൻ ടോപ്പ് MNCs. ദി സ്കെയിൽ ഗ്രോത്ത് ഇൻ ദിസ് സെക്ടർ ഈസ് 3x faster than the traditional roles. ഇവിടുത്തെ ഗ്രോത്ത് ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് കഴിവ് വെറുതെ പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടില്ല. ഇതൊരു കലയാണ്. ഇത് വെറുതെ ഒരു ജോലിയല്ല, ഇതൊരു തൊഴിലല്ല. ഇതിന് ലോജിക്കാണ് വേണ്ടത്, ഇതിന് കലാബോധമാണ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിനകത്തുള്ള ഒരു എന്താ പറയാ, ആശയങ്ങളെ എങ്ങനെ കസ്റ്റമേഴ്സിന്റെ മുന്നിലേക്ക് ഡിജിറ്റലി എത്തിക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിക്കുക, അതൊരു കല വരുന്നില്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ എന്ത് ജോബും 3x നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ 3x ഫാസ്റ്റർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, വളരാൻ സാധിക്കും. ബിക്കോസ് ഇത് വെറുതെ ഒരു ചെറിയൊരു സംഭവം അല്ല, ഇതൊരു ചെറിയ സംഭവമാണ്, ഇത് ആർക്കും ചെയ്യാൻ പറ്റുന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ കൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചിട്ടും ഒരു കാര്യമില്ല. ബട്ട് നമ്മുടെ പെർസെപ്ഷൻ മാറ്റേഴ്സ് അല്ലെ. ഫ്രീലാൻസിങ് ആൻഡ് നൊമാഡ്, ഫ്രീലാൻസർ ഒക്കെ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ഫണ്ട് ഉണ്ടാക്കാനും മന്ത്ലി നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാനും പറ്റും. ഇതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഓൺട്രപ്രണർഷിപ്പ്, സ്വന്തമായ ഒരു കൊമേഴ്സ് ബ്രാൻഡോ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സോ ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിംഗിലൂടെ ചെയ്യാൻ തുടങ്ങാൻ പറ്റും. കാര്യം എന്താ, നമുക്ക് ഇവിടെ ഒരു ഫിസിക്കൽ ഷോപ്പിന്റെ ആവശ്യമില്ല. യു ജസ്റ്റ് നീഡ് എ വെബ്സൈറ്റ് ആൻഡ് സം മാർക്കറ്റിംഗ് സ്കിൽസ്. നിങ്ങൾക്കൊരു വെബ്സൈറ്റ്, ഒരു മാർക്കറ്റിംഗ് സ്കില്ല് മതി. ഇപ്പൊ ജെമിനി AI അല്ലെങ്കിൽ ChatGPT ഒക്കെ വന്നതുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ വലിയ സ്കില്ലൊന്നും വേണ്ട. അതൊക്കെ ഇപ്പം AI ചെയ്ത് തരും. എങ്ങനെ പ്രോംപ്റ്റ് എഴുതണമെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. പേഴ്സണൽ ബ്രാൻഡിങ്, നിങ്ങൾ പേഴ്സണൽ ബ്രാൻഡിങ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. ഇത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പെർഫെക്റ്റ് മാച്ച് ആണ്. സോ ഞാൻ അധികം പറഞ്ഞ് നീട്ടുന്നില്ല, ഇതൊക്കെയാണ് ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് കേട്ടോ. വൈ ഗോ ഡിജിറ്റൽ? ദി അഡ്വാൻറ്റേജ്, എന്തിന് ഡിജിറ്റലി പോകണം? ഗ്ലോബൽ റീച്ച് വിത്ത് ലോക്കൽ ടാർഗറ്റിംഗ്. അല്ല, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കയിലുള്ള ആൾക്കാരിലേക്ക് ഒരു പരസ്യം എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലാണ്ട് വേറെ ഒരു മാധ്യമത്തിലൂടെയും അത് എന്തല്ല, വളരെ സിമ്പിൾ അല്ല, നടക്കൂല എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്താ, ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ നടക്കും. ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ അമേരിക്കയിൽ ന്യൂസ് പേപ്പറിൽ പരസ്യം കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ അവിടുത്തെ ചാനലിൽ പരസ്യം കൊടുക്കുക? ഒരൊറ്റ മാധ്യമം അല്ലെങ്കിൽ ഒരൊറ്റ മീഡിയത്തിന് ഇത് സാധ്യമാവത്തുള്ളൂ. ഏതാണ്? ഡിജിറ്റൽ സോഷ്യൽ മീഡിയാസിലൂടെ മാത്രമാണ് ഗ്ലോബലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അവിടുത്തെ ലോക്കൽ ടാർഗറ്റിംഗ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എ സ്മോൾ ബേക്കറി ഇൻ കൊച്ചി ക്യാൻ ടാർഗറ്റ് കസ്റ്റമേഴ്സ് വിത്തിൻ എ 5 kilometer റേഡിയസ്, ഓർ എ സോഫ്റ്റ്വെയർ കമ്പനി ഇൻ ബാംഗ്ലൂർ ക്യാൻ ടാർഗറ്റ് ക്ലയൻസ് ഇൻ ന്യൂയോർക്ക്. ദി ജോഗ്രഫി ബാരിയേഴ്സ് ആർ ബ്രോക്കൺ അല്ലെ. ജോഗ്രഫിക്കൽ ബാരിയേഴ്സ്, അതായത് പരിധികളും അതിർത്തികളൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ബാംഗ്ലൂരുള്ള ഒരു IT കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂയോർക്കിലെ കസ്റ്റമേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആശയമാണല്ലോ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
കോസ്റ്റ് എഫക്റ്റീവ്നെസ്, അതായത് യു ക്യാൻ സ്റ്റാർട്ട് എ ഫേസ്ബുക്ക് ആഡ് ക്യാമ്പയിൻ ഫോർ ആസ് ലോ ആസ് $1 പെർ ഡേ. ഇന്നിപ്പോ എന്താ 80-100 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ദിവസം പരസ്യം ചെയ്യാൻ പറ്റും എന്നാ പറയുന്നത്. നിങ്ങൾക്ക് പത്രത്തിൽ പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര രൂപ കൊടുക്കണം? ഇമാജിൻ, ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു 100 നോട്ടീസ് അടിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കും? അത് 100 പേർക്കല്ലേ എത്തത്തുള്ളൂ. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോഴോ, 100 രൂപയ്ക്ക് നിങ്ങൾ ആഡ് റൺ ചെയ്താൽ അത് ആൾക്കാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലും. എപ്പോഴും നമ്മുടെ സ്വകാര്യതയിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അത് നമ്മൾ ഭയങ്കര അറ്റൻറ്റീവ് ആവും അല്ലെ. ഞാൻ എൻ്റെ ലവറുമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഞാനൊന്ന് ബാക്ക് അടിക്കുമ്പോൾ ആ ഫീഡിൽ ഒരു ആഡ് വന്നു കഴിഞ്ഞാൽ ദാറ്റ് മേ സ്ട്രൈക്ക്. അതെന്റെ ബുദ്ധി അല്ലെങ്കിൽ എൻ്റെ ന്യൂറോ മാർക്കറ്റിംഗ്, എൻ്റെ ബ്രെയിനിനെ ഒന്ന് എന്ത് ചെയ്യും, ഒന്ന് ഒന്ന് അലട്ടും. അല്ലെങ്കിൽ ഞാൻ അപ്പൊ ഭയങ്കര അറ്റൻറ്റീവ് ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ഈ ആഡ് കയറി വരുന്നത്. സോ ദാറ്റ് മാറ്റേഴ്സ് ദി മോസ്റ്റ്. കോസ്റ്റ് എഫക്റ്റീവ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരാളുടെ പ്രൈവസിയിൽ കയറി ആഡ് റൺ ചെയ്യാൻ പറ്റും. അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അതാണ് നമ്മൾ ഡാർക്ക് സൈഡിൽ നമ്മൾ പറയും കേട്ടോ. മെഷറബിൾ റിസൾട്ട്സ്. ഇവിടെ ഭയങ്കര മെഷറബിൾ റിസൾട്ട്സ്. നിങ്ങൾ പത്രത്തിൽ ഒരു വാച്ചിന്റെ പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ എത്ര പേര് ഈ പരസ്യം കണ്ടു, ഇത് വാച്ചും ആൾക്കാർ എത്ര പേര് ഈ വാച്ച് മേടിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പോസിബിൾ അല്ല. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിൽ നിങ്ങൾ ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ വാച്ച് എത്ര പേര് ഈ വാച്ചിന്റെ പരസ്യം കണ്ടു, എത്ര പേര് ഈ വാച്ച് വാങ്ങി എന്നൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. 24/7 മാർക്കറ്റിംഗ് ആണ് അല്ലെ. പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാത്രി ഒന്നും ഈ പരസ്യം കിടന്ന് ഓടത്തൊന്നുമില്ല, ടി വിയിലാണെങ്കിൽ പോലും അല്ലെ. 24/7 ഡിജിറ്റൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗിൽ എന്താണ് ഈ അഡ്വർടൈസ്മെന്റ് കിടന്ന് ലാസ്റ്റ് ചെയ്യും. യു ക്യാൻ മേക്ക് സെയിൽസ് അറ്റ് 3 AM വിത്തൗട്ട് ഹാവിങ് എ ഷോപ്പ് ഓപ്പൺ. ആലോചിച്ച് നോക്കിയേ, വെളുപ്പിന് 3 മണിക്കും ഒരു ഷോപ്പ് ഇല്ലാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഒരു സെയിൽസ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളൊരു ബേക്കറി ആയിക്കോട്ടെ, നിങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ ആയിക്കോട്ടെ, നിങ്ങളൊരു ക്ലോത്തിങ് ബ്രാൻഡ്, ഫാഷൻ, കോസ്മെറ്റിക്സ്, എന്തും, IT, കോളേജ്, കോഴ്സസ്, വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് അർദ്ധരാത്രിയും വെളുപ്പിനും എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ഡു സെയിൽസ്. പേഴ്സണലൈസേഷൻ അല്ലെ. ഞാൻ കാണുന്ന ആഡ് ആണോ നിങ്ങൾ കാണുന്നത്? ഞാൻ കാണുന്ന പരസ്യമല്ല നിങ്ങൾ കാണുന്നത് അല്ലെ. നിങ്ങൾ കാണുന്ന പരസ്യമായിരിക്കില്ല നിങ്ങളുടെ പാരന്റ്സ് കാണുന്നത്. കാര്യം എന്താ, എന്നെ പേഴ്സണലൈസ് ചെയ്തുകൊണ്ടായിരിക്കും എന്നെ ടാർഗറ്റ് ചെയ്ത് ബ്രാൻഡ് എന്നിലേക്ക് എന്ത് ചെയ്യുന്നത്, ആഡ് റൺ ചെയ്യുന്നത്. ഇതൊക്കെ വേറെ ഏതെങ്കിലും മാധ്യമത്തിൽ പോസിബിൾ ആണോ? പത്രത്തിൽ പരസ്യം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, പത്രത്തിൽ ഞാനൊരു പരസ്യം കൊടുക്കുകയാണ്, ഈ പരസ്യം കാണേണ്ട ആൾക്കാർ മാത്രം കണ്ടാൽ മതി എന്ന് എനിക്ക് മലയാള മനോരമ എന്ന് പറയുന്ന പത്രത്തോട് പറയാൻ പറ്റുമോ? പോസിബിൾ അല്ല. പക്ഷെ എനിക്ക് ഫേസ്ബുക്കിനോട് പറയാൻ പറ്റും, സി, ഞാൻ റൺ ചെയ്യാൻ പോകുന്ന ഈ ഒരു ആഡ് എല്ലാവരും കാണണ്ട, ഇന്ന ആൾക്കാർ മാത്രം എന്ത് ചെയ്താൽ മതി, കണ്ടാൽ മതി എന്ന് പറയപ്പെടുന്ന പേഴ്സണലൈസേഷൻ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാത്രമേ പറ്റത്തുള്ളൂ. സോ വൈ ഗോ ഡിജിറ്റൽ? എന്തിന് ഡിജിറ്റൽ ആവണം എന്നുള്ളതിനുള്ള മെയിൻ കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. മൈൻഡ് ബ്ലോയിങ് ഫാക്ട്സ് ആണ് കേട്ടോ. $850 ബില്യണിന് മുകളിൽ ആഡ് സ്പെൻഡ് ചെയ്യുന്നുണ്ട് 2026 എന്നാണ് പറയപ്പെടുന്നത്. ദി 3 സെക്കൻഡ് റൂൾ, ഇതൊന്ന് നോക്കിയോ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു നല്ലൊരു ഡിജിറ്റൽ മാർക്കറ്റർ ആവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് പഠിച്ചിരിക്കണം. ഹ്യൂമൻസ് നൗ ഹാവ് എ ഷോർട്ടർ അറ്റൻഷൻ സ്പാൻ, അപ്രോക്സിമേറ്റ് 8 seconds ദാൻ എ ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷിനെക്കാളും വളരെ ചെറുതായിട്ടുള്ള ഒരു അറ്റൻഷൻ സ്പാൻ ആണ് നമുക്കുള്ളത്. അതായത് അപ്രോക്സിമേറ്റ്ലി 8 സെക്കൻഡ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്ന ശാസ്ത്രം കേട്ടോ. മാർക്കറ്റേഴ്സ് ഹാവ് ഓൺലി 3 seconds ടു ഗ്രാബ് അറ്റൻഷൻ ബിഫോർ എ യൂസർ സ്ക്രോൾ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, ഒരു നമ്മളൊരു ആഡ് റൺ ചെയ്താൽ ആ യൂസർ 3 സെക്കൻഡേ എടുക്കത്തുള്ളൂ എന്ത്, അറ്റൻഡ് ചെയ്യാൻ നമ്മളുടെ ആ ഒരു അഡ്വർടൈസ്മെന്റിന്. അപ്പം 3 സെക്കൻഡ് കൊണ്ട് നമ്മളുടെ അഡ്വർടൈസ്മെന്റിന് അവൻ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അവൻ സ്ക്രോൾ ചെയ്തോളി. അപ്പൊ നമ്മുടെ അഡ്വർടൈസ്മെന്റിൽ എന്ത് വേണം, ഹുക്ക് വേണം. ഹുക്ക് ഇല്ലെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ഈ ആഡിനെ സ്ക്രോൾ ചെയ്ത് കളയും. അപ്പം എങ്ങനെ ഹുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അപ്പൊ അതാണ് ഞാൻ ഇതൊരു കലയാണെന്ന് പറഞ്ഞു കേട്ടോ. Data is the new oil. 90% of the world's data was created in the last 2 years alone, mostly through digital marketing interactions. മനസ്സിലാവുന്നുണ്ടോ? 90% ലോകത്തെ ഡാറ്റയും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ 2 വർഷം കൊണ്ടാണ്. അത്രയ്ക്ക് ബൂം ചെയ്തു ഡിജിറ്റൽ യുഗം കഴിഞ്ഞ 2 വർഷം കൊണ്ട്. The 80-20 secret. Most successful brands only promote their products 20% of the time. The other 80% is spent providing free value and entertainment. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അല്ല. അതൊരു 80-20 സീക്രട്ട് എന്ന് പറയുന്ന ഒരു ഫാക്റ്റ് ആണ് അത് കേട്ടോ. 80% ഒരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ, അതായത് മോസ്റ്റ് സക്സസ്ഫുൾ ബ്രാൻഡ്സ് ഓൺലി പ്രൊമോട്ട് ദെയർ പ്രൊഡക്ട്സ് 20% ഓഫ് ദി ടൈം. അത് 20% ടൈം മാത്രമേ അവരവരുടെ പ്രൊഡക്റ്റിനെ എന്ത് ചെയ്യത്തുള്ളൂ, പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ. 80% സ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ്, ഫ്രീ വാല്യൂവും എന്റർടൈൻമെന്റും കൊടുക്കുന്ന സാഹചര്യത്തിലാണ്. അപ്പൊ നമുക്ക് അടുത്ത
ടോപ്പിക്കിലേക്ക് പോവാം. ദി മാർക്കറ്റേഴ്സ് ഡിക്ഷണറി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണല്ലോ, അപ്പൊ ഇതിൽ കുറെ പുതിയ പുതിയ ടേംസ് നമ്മൾ പഠിക്കാനുള്ള സാധ്യതയുണ്ട്. അത് സാധ്യതയല്ല, നമ്മൾ പഠിച്ചിരിക്കും. അപ്പം വരും ക്ലാസ്സുകൾ അതൊക്കെ ആ ടേംസ് കേൾക്കുമ്പോൾ നമ്മൾ പുതിയൊരു ടേം ആണല്ലോ എന്നുള്ളൊരു പേടി ഒഴിവാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേംസ് ഒക്കെ ഒന്ന് എന്ത് ചെയ്യാം, നോക്കാം. SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ ആണ് കേട്ടോ. ദി പ്രാക്ടീസ് ഓഫ് ഒപ്റ്റിമൈസിങ് എ വെബ്സൈറ്റ് ടു റാങ്ക് ഹയർ ഇൻ ആൻ ഓർഗാനിക് സെർച്ച് എഞ്ചിൻ. അതായത് സെർച്ച് റിസൾട്ട് ഗൂഗിളിൽ നമ്മൾ പോയിട്ട് ഒരു കാര്യം സെർച്ച് ചെയ്യുമ്പോൾ ഫ്രീ ആയിട്ട് ഒരു രൂപ പോലും മുടക്കാതെ നമ്മളുടെ വെബ്സൈറ്റിനെ ടോപ്പിൽ കൊണ്ടുവരുന്ന ഒരു മെത്തേഡിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. PPC, വിച്ച് മീൻസ് പേ പെർ ക്ലിക്ക്, എ മോഡൽ വേർ അഡ്വർടൈസേഴ്സ് പേ എ ഫീ ഈച്ച് ടൈം വൺ ഓഫ് ദെയർ ആഡ്സ് ഈസ് ക്ലിക്ഡ്. അതായത് ഒരു ആഡ് നമ്മൾ റൺ ചെയ്യുമ്പോൾ ഓരോ തവണ കസ്റ്റമർ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയാസിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ പേ ചെയ്യുന്ന എമൗണ്ടിനെയാണ് പേ പെർ ക്ലിക്ക് എന്ന് പറയുന്നത്. പേര് തന്നെ ഉണ്ടല്ലേ, പേ ചെയ്യുന്നു പെർ ക്ലിക്ക്. ഓരോ ക്ലിക്കിനും നമ്മൾ എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്നു. CTR എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ത്രൂ റേറ്റ് ആണ് കേട്ടോ. അതായത് ദ പെർസെൻറ്റേജ് ഓഫ് പീപ്പിൾ ഹു സോ യുവർ ആഡ് ആൻഡ് ആക്ച്വലി ക്ലിക്ഡ് ഓൺ ഇറ്റ്. അതായത് എത്ര ശതമാനം ആൾക്കാരാണ് നമ്മളുടെ പരസ്യം കണ്ടതും അതിൽ ക്ലിക്ക് ചെയ്തതും, അതിനാണ് എന്ത് പറയുന്നത്, ക്ലിക്ക് ത്രൂ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും കൂടുതൽ ക്ലിക്ക് ത്രൂ റേറ്റ് നിങ്ങളുടെ അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിൽ അത് അത്രയും എഫക്റ്റീവ് ആണെന്നാണ് അതിനർത്ഥം കേട്ടോ. കൺവേർഷൻ റേറ്റ് എന്ന് പറഞ്ഞത് പെർസെൻറ്റേജ് ഓഫ് വിസിറ്റേഴ്സ് ഹു കംപ്ലീറ്റ് എ ഡിസൈഡ് ഗോൾ. നിങ്ങൾ ആഡ് റൺ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു ഗോൾ ഉണ്ടാവും, അല്ല ഇത്ര ആൾക്കാർ എൻ്റെ വെബ്സൈറ്റിലേക്ക് വരണം, അല്ലെങ്കിൽ ഇത്ര പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ഇത്ര പേര് എൻ്റെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പേര് എന്നെ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര പേര് എന്ത് ചെയ്യണം, എന്നെ ഇൻസ്റ്റഗ്രാമിന്റെ ഇൻബോക്സിലൂടെ എന്ത് ചെയ്യണം, എനിക്ക് മെസ്സേജ്. അതാണ് നിങ്ങളുടെ ഗോൾ. അപ്പൊ ഈ എത്ര പെർസെൻറ്റേജ് ഓഫ് ആൾക്കാരാണ് ഈ പറയപ്പെടുന്ന ഗോള് അച്ചീവ് ചെയ്യാൻ നമ്മളുടെ അടുക്കലേക്ക് വന്നത്, അതിനാണ് എന്ത് പറയുന്നത്, കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പം 100 ആൾക്കാർ നമ്മളുടെ പരസ്യം കണ്ടു, അതിൽ 50 പേരാണ് എൻ്റെ ഗോൾ എന്ന് പറയുന്നത് വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കണം എന്നുള്ളതാണ്. അപ്പൊ 100 പേരാണ് എൻ്റെ ആഡ് കണ്ടത്, അതിൽ 50 പേരാണ് എനിക്ക് വാട്സപ്പിൽ എന്ത് ചെയ്തത്, എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പൊ എൻ്റെ കൺവേർഷൻ റേറ്റ് എത്രയാ, 50%. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ചെയ്ത് അതാത് സാഹചര്യം എത്തുമ്പോൾ പഠിക്കാം. ROI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എത്ര രൂപയാണോ ആഡിന് വേണ്ടി സ്പെൻഡ് ചെയ്തത്, നമുക്ക് റിട്ടേൺ കിട്ടിയ ആ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൽ നിന്ന് നമുക്ക് റിട്ടേൺ വന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ബൗൺസ് റേറ്റ് എന്ന് പറഞ്ഞത് പെർസെൻറ്റേജ് ഓഫ് വിസിറ്റേഴ്സ് ഹു നാവിഗേറ്റ് അവേ ഫ്രം ദി സൈറ്റ് ആഫ്റ്റർ വ്യൂവിംഗ് ഓൺലി വൺ പേജ്. അതായത് നമ്മളുടെ വെബ്സൈറ്റിലേക്ക് പരസ്യം കണ്ടിട്ട് ഒരാൾ വന്നു, പക്ഷെ അദ്ദേഹം ആദ്യം ഒരു പേജ് കണ്ടു, പിന്നെ അടുത്ത പേജിലേക്ക് പോകുന്ന സമയത്തോ പോയതിനു ശേഷം അയാൾ അതിൽ നിന്ന് എസ്കേപ്പ് ആയി തിരിച്ചു വന്നു, ക്ലോസ് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതിന് എന്ത് പറയാം, നമുക്ക് ബൗൺസ് റേറ്റ് എന്ന് പറയാം. അപ്പൊ അതൊരു പെർസെൻറ്റേജ് വാല്യൂ തന്നെയാണ് കേട്ടോ. ലീഡ് ജനറേഷൻ, അതും അടുത്തൊരു ടേം ആണ്. അതായത് ദി പ്രോസസ് ഓഫ് അട്രാക്ടിങ്, കൺവേർട്ടിങ് സ്ട്രേഞ്ചേഴ്സ് ഇൻ ടു സമ്മൺ ഹു ഹാസ് ഇൻഡിക്കേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ യുവർ കമ്പനീസ് പ്രൊഡക്റ്റ്. അതായത് നമ്മുടെ കമ്പനിയുടെ ആഡ് കണ്ടിട്ട്, നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിന്റെ പരസ്യം കണ്ടിട്ട് അത് അട്രാക്ട് ചെയ്ത് നമ്മളിലേക്ക് ഒരാൾ വരുന്ന ആ ഒരു മെത്തേഡിനെയാണ് ലീഡ് ജനറേഷൻ എന്ന് പറയുന്നത്. പല രീതിയിൽ ചെയ്യാം. വാട്സപ്പിലൂടെ ആൾക്കാരെ ഇങ്ങോട്ട് വരുത്തി ലീഡ് ജനറേറ്റ് ചെയ്യാം, ഇൻസ്റ്റന്റ് ഫോം ഓപ്പൺ ആക്കിയിട്ട് ലീഡ് ജനറേറ്റ് ചെയ്യാം, പല ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് പഠിക്കും. ഇത് മേജർ ആയിട്ടുള്ള കുറച്ച് ടെർമിനോളജിയാണ് നമ്മളിപ്പോൾ ഡിസ്കസ്. ഇതൊന്നും അല്ല, ഇതിൽ കൂടുതൽ ടേംസ് എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അവൈലബിൾ ആണ്. ബട്ട് നമുക്ക് അതൊക്കെ പതിയെ വരുന്ന വരിക്ക് പഠിക്കാം. എന്തായാലും നമ്മൾ കുറച്ച് ടേംസ് എങ്കിലും അറിഞ്ഞിരിക്കണമല്ലോ, അതുകൊണ്ട് നമ്മൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള കുറച്ച് ടേംസ് ആണിത്. ദി ഡാർക്ക് സൈഡ്, ഇതാണ് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ആയിട്ടുള്ള ഒരു സൈഡ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. വിൽ ടീച്ച് യു ഹൗ ടു മാർക്കറ്റ്. വി must also teach you the ethics of attention. Most people don't realize that social media platforms are designed using Las Vegas style psychology. ഇതൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അല്ലേ, പറഞ്ഞുതരാം. ദ വേരിയബിൾ റിവാർഡ്, ദ പുൾ ടു റീഫ്രഷ് ഫീച്ചർ ഈസ് ഐഡന്റിക്കൽ ടു എ സ്ലോട്ട് മെഷീൻ. ദ ബ്രെയിൻ റിലീസ് ഡോപ്പമിൻ ബിക്കോസ് യു ഡോണ്ട് നോ ഇഫ് ദി നെക്സ്റ്റ് പോസ്റ്റ് വിൽ ബി എക്സൈറ്റിംഗ് ഓർ ബോറിംഗ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിങ്ങനെ പുള്ള് ചെയ്യത്തില്ല, റീഫ്രഷ് ചെയ്യത്തില്ല ഇൻസ്റ്റഗ്രാം ഫീഡൊക്കെ, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ഫീഡ് എടുക്കുന്നു. അപ്പൊ നമ്മളുടെ ബ്രെയിൻ ഒരു ഡോപ്പമിൻ നമ്മൾ പോലും അറിയാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമുക്ക് അറിയത്തില്ല അടുത്ത പോസ്റ്റ് നമുക്ക് എക്സൈറ്റിംഗ് ആയിരിക്കും, ബോറിംഗ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത്, ഞാനിപ്പോ പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, അപ്പൊ നമ്മുടെ ശരീരഭാഗത്തിന്റെ മെയിൻ അവയവമായിട്ടുള്ള ബ്രെയിനിൽ ഒരു ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സിമ്പിൾ ആണോ, ഇത് ചെറിയൊരു പരിപാടിയാണോ? ഒരിക്കലും അല്ല അല്ലെ. ഇത് വളരെ എന്തോ ഇത് നമ്മളുടെ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ കൊണ്ടുവരാനായിട്ട് ഈ സോഷ്യൽ മീഡിയാസ് എന്ത് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു.
ഇനി ബാക്കി പറയാം. ഇൻഫിനിറ്റ് സ്ക്രോൾ ബൈ റിമൂവിംഗ് സ്റ്റോപ്പിംഗ് ക്യൂസ് ലൈക്ക് പേജ് നമ്പേഴ്സ് പ്ലാറ്റ്ഫോം കീപ് യൂസേഴ്സ് ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഫ്ലോ ദാറ്റ് ക്യാൻ ലീഡ് ടു അവേഴ്സ് ഓഫ് ലോസ്റ്റ് ടൈം. അതായത് ഇൻസ്റ്റഗ്രാം ഒക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പൊ തീരും എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ ഇൻസ്റ്റഗ്രാം നമുക്ക് തരുന്നുണ്ടോ? ഇല്ല. ഇത് അൺലിമിറ്റഡ് ആണെന്നാണ് പറയുന്നത് അല്ലെ. ഇത് നമ്മളിലേക്ക് എന്ത് സംഭവിക്കുന്നു? മണിക്കൂറുകൾ നഷ്ടപ്പെടാൻ വേണ്ടി അവരതിനെ ഉപയോഗിക്കുന്നു. മനസ്സിലാവുന്നുണ്ട്. പണ്ട് കാലത്തെ ഫേസ്ബുക്കിലൊക്കെ എനിക്ക് തോന്നുന്നു പേജസ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഇപ്പൊ അതുണ്ടോ? അതൊന്നുമില്ല. കാര്യം എന്താ? അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഇതിപ്പോ തീരും. ഇത് മറ്റേന്ന് പറയുന്നത് തീരുന്നില്ല. ഇത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് കോൾഡ് ദി ഇൻഫിനിറ്റ് സ്ക്രോൾ. സോഷ്യൽ വാലിഡേഷൻ ലൂപ്പ് ലൈക്സ് ആൻഡ് കമന്റ് trigger the same neurological pathway as food or money, creating a physical dependency on the app. നമ്മൾക്ക് ഫുഡും അല്ലെങ്കിൽ ക്യാഷും വേണമല്ലോ, അത് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഇതേപോലെ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളായി മാറിയിരിക്കുന്നു എന്ത്? ലൈക്കും കമന്റും. ഇത് അങ്ങനായി മാറിയതാണോ? അല്ല. ഇത് ഡേ ബൈ ഡേ ഈ സോഷ്യൽ മീഡിയ കമ്പനീസ് നമ്മളെ അങ്ങനെ ആക്കി മാറ്റിച്ചതാണ് അല്ലെ. ലൈക്ക് കൂടുതൽ ഉണ്ടെങ്കിലേ നമ്മൾക്ക് ഒരു വാല്യൂ കിട്ടത്തുള്ളൂ, കമന്റ് കൂടുതൽ ഉണ്ടെങ്കിലേ നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് നമ്മൾക്കൊരു ഫീല് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ലൂപ്പിലേക്ക് നമ്മൾ കിടന്നു. FOMO, fear of missing out, the anxiety that exciting or interesting event may currently be happening elsewhere, often aroused by posts seen on social media. അതായത് നമ്മളുടെ പക്കൽ സംഭവിക്കുന്ന ഒരു കാര്യമൊന്നും ആയിരിക്കില്ല, ബട്ട് ദാറ്റ് ഈസ് അഫക്റ്റിംഗ് അസ്. അപ്പം അതാണ് ഈ ഫോമോ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ യൂട്യൂബ് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഉണ്ടാവുമല്ലോ. യൂട്യൂബ് നമുക്ക് സജസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കാണും തോറും നമ്മൾ യൂട്യൂബിന് അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് യൂട്യൂബ് സജസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ഞാൻ കാണുമ്പോൾ ഞാൻ യൂട്യൂബിന് പറഞ്ഞു കൊടുക്കുകയാണ്, യെസ്, ഇതാണ് എൻ്റെ ടേസ്റ്റ്. യൂട്യൂബ് ഒരു 5 വീഡിയോ സജസ്റ്റ് ചെയ്തു, ഞാനൊരു 3 എന്ത് ചെയ്തുള്ളൂ, കണ്ടുള്ളൂ. അപ്പൊ യൂട്യൂബിന് എന്ത് മനസ്സിലായി? ഈ പറയപ്പെടുന്ന വ്യക്തിയുടെ താല്പര്യങ്ങൾ ഈ 3 വീഡിയോ പോലത്തെ വീഡിയോ ആണ് ഇദ്ദേഹത്തിന് ഇഷ്ടം, ബാക്കി 2 ടൈപ്പ് വീഡിയോ പുള്ളിക്ക് ഇഷ്ടമല്ല. സോ ഇനി പുള്ളിയിലേക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോ സജസ്റ്റ് ചെയ്യാം. വീണ്ടും യൂട്യൂബ് എനിക്ക് എന്ത് ചെയ്യുന്നു, ഒരു 5 വീഡിയോ സജസ്റ്റ് ചെയ്യുന്നു, ഞാൻ അതിൽ 4 കണ്ടു, ഒരെണ്ണം എന്ത് ചെയ്തില്ല, കണ്ടില്ല. അപ്പൊ യൂട്യൂബിന് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇവന്റെ ടേസ്റ്റ് എന്താ. പിന്നെ പറയണോ, യൂട്യൂബ് അത്തരത്തിലുള്ള വീഡിയോ മാത്രം എന്റെ ഫീഡിലേക്ക് എന്ത് ചെയ്യും, കൊണ്ടുവരും. എന്നെ അവരെന്താക്കുന്നു, അഡിക്റ്റഡ് ആക്കുന്നു യൂട്യൂബിലേക്ക് അല്ലെ. അപ്പൊ എന്നെ ഇങ്ങനെ അഡിക്റ്റഡ് ആയി ഞാൻ യൂട്യൂബ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നാലാണ് മറ്റു കമ്പനീസിന്റെ പരസ്യം ഞാൻ വീഡിയോ കാണുന്നതിന്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, കൊണ്ടേ വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് അഡിക്ഷൻ. ഈ അഡിക്ഷൻ എന്തെങ്കിലും നിന്ന് പോയി കഴിഞ്ഞാൽ അത് പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ ഉണ്ടാവത്തില്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യനാണ് ഒരു കാലത്തും ഇതൊരു നെവർ എൻഡിങ് പ്രോസസ് ആണ് അല്ലെ, സോഷ്യൽ മീഡിയ അഡിക്ഷൻ എന്ന് പറയുന്നത്. സോ ഡീറ്റെയിൽ നമുക്ക് പിന്നെ പഠിക്കാം. ഡിജിറ്റൽ വേഴ്സസ് ട്രഡീഷണൽ മാർക്കറ്റിംഗ്. പണ്ട് കാലം തുടങ്ങിയുള്ള മാർക്കറ്റിംഗ് ആണ് എന്തൊക്കെ? പത്രത്തിൽ പരസ്യം കൊടുക്കുക, റേഡിയോയിൽ പരസ്യം കൊടുക്കുക, നോട്ടീസ് അച്ചടിക്കുക, സൂര്യ TV പോലുള്ള ദൃശ്യ മാധ്യമങ്ങളിൽ ടെലിവിഷൻസിൽ പരസ്യം കൊടുക്കുക. എന്തൊക്കെയാണ് ഡിഫറൻസ്? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ടാർഗറ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ട്രഡീഷണൽ മീഡിയയിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലെ. പത്രത്തിൽ പരസ്യം കൊടുക്കുക, ദാറ്റ് ഹിറ്റ് എവ്രി വൺ, അതെല്ലാവരും കാണും. പക്ഷെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോ ലേസർ പ്രിസിഷൻ ആണ് അല്ലെ, ആരെ കാണണം എന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ കുറെ ഫണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഫീഡ്ബാക്ക് അല്ലെ, പത്രത്തിൽ പരസ്യം കൊടുക്കാൻ നമുക്ക് അപ്പൊ തന്നെ അതിന്റെ ഫീഡ്ബാക്ക് അറിയാൻ പറ്റും, നെവർ. ഇവിടെ ഇത് ഇൻസ്റ്റന്റ് ആണ് അല്ലെ. നമുക്ക് ലൈക്ക് നോക്കുമ്പോൾ ഒരു ഫീഡ്ബാക്ക് കിട്ടും, കമന്റ് ഒക്കെ വായിക്കുമ്പോൾ വിൽ ഗെറ്റ് എ ഫീഡ്ബാക്ക്. ആഡ് കോസ്റ്റ് അല്ലെ, ഈ പത്രത്തിലും TV-യിലൊക്കെ പരസ്യം കൊടുക്കണമെന്നുള്ള കോസ്റ്റ് നമുക്ക് വിചാരിക്കാൻ സാധിക്കുന്നുണ്ടോ? ഭയങ്കര വലുതായിരിക്കും. ഇവിടെ എന്താ, $1 സ്റ്റാർട്ട് ചെയ്യാം, അത് 100 രൂപയിൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, ആഡ് സ്റ്റാർട്ട് ചെയ്യാം. മോഡിഫിക്കേഷൻ ഇമ്പോസിബിൾ ആഫ്റ്റർ പ്രിന്റിങ് അല്ല, അല്ലെങ്കിൽ പബ്ലിഷിംഗ്. നമ്മൾ സൂര്യ TV-യിൽ ഒരു പരസ്യം കൊടുത്തതിന് ശേഷം പിന്നെ അതിനെ എഡിറ്റ് ചെയ്യാനോ മോഡിഫൈ ചെയ്യാനോ സാധിക്കും? നെവർ. പക്ഷേ ഡിജിറ്റൽ മാർക്കറ്റിംഗിലോ ചേഞ്ച് ആഡ്സ് ഇൻ 5 സെക്കൻഡ്സ്. 5 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ചേഞ്ച് യുവർ ആഡ്സ്. ദി സോഷ്യൽ മീഡിയ യൂണിവേഴ്സ്. സോഷ്യൽ മീഡിയ ഈസ് നോട്ട് എ സിംഗിൾ എൻറ്റിറ്റി. ഇതൊരു ചെറിയൊരു സിംഗിൾ എൻറ്റിറ്റി ആണ്, ഒരിക്കലും അല്ല. ഇതെന്താണ്, ഒരു യൂണിവേഴ്സ് ആണ് അല്ലെ. ഈ നമ്മളുടെ ഈ ഈ ഭൂലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം എന്നൊക്കെ പറയുന്നത് പോലെ മിൽക്കി വേ, ഗാലക്സീസ്, ആൻഡ്രോമെഡ ഗാലക്സി, കോമറ്റ്സ്, ഏലിയൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഇതൊരു യൂണിവേഴ്സ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയാസ് ഉണ്ട് അല്ലെ. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ഉണ്ട്. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ്വർക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൈറ്റുകളാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇതൊക്കെ നെറ്റ്വർക്കിംഗ് സൈറ്റ്സ് ആണ്. അതേസമയം ഇൻസ്റ്റഗ്രാം, യൂട്യൂബ്, സ്നാപ്ചാറ്റ് ഒക്കെ എന്തുട്ടാ, അത് നെറ്റ്വർക്കിംഗ് അല്ല. അവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തുട്ടാ,
കണ്ടന്റ് ഷെയറിംഗ് ആണ്, മീഡിയ ഷെയറിംഗ് ആണ് അല്ലെ. പിന്നെ മൈക്രോ ബ്ലോഗിംഗ് ഉണ്ട്, ചെറിയ ബ്ലോഗിങ്, ട്വിറ്റർ, അതായത് ഇപ്പോഴത്തെ എക്സ്, ത്രെഡ്സ്, ഷോർട്ട്, ഇതൊക്കെ എന്തുട്ടാ ഒരു മൈക്രോ ബ്ലോഗിംഗ് ചാനൽസ് ആണ്. ബുക്ക് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പിൻട്രസ്റ്റ് ഒക്കെ പോലെ. അതൊക്കെ എന്താ ഐഡിയ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണല്ലേ. പിന്നെ ഫോറംസ് ഉണ്ട്, റെഡിറ്റ്, കോറ, ഇതൊക്കെ എന്തുട്ടാ ഫോറംസ് ആണ് അല്ലെ, ഇതും സോഷ്യൽ മീഡിയ. പിന്നെന്താ മെസ്സേജിങ് ആപ്സ് ഉണ്ട്, വാട്സപ്പ്, ടെലഗ്രാം ഒക്കെ പോലുള്ള പ്രൈവറ്റ് ആൻഡ് പബ്ലിക് മെസ്സേജിങ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. സോ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സോഷ്യൽ മീഡിയാസ് ഒക്കെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ 100% യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇപ്പൊ നമ്മൾ പഠിച്ചൊരു വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. എന്താണെന്ന് വെച്ചാൽ എല്ലാവരും പറയും ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയ. അങ്ങനെ ഒരിക്കലും അല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരുമിച്ച് വിളിക്കുന്ന ഒരു പേരാണെങ്കിൽ പോലും ഇവിടെ ഡിവിഷൻസ് ഉണ്ട്, അത് ആർക്കും അറിയത്തില്ല അല്ലെ. ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഒരേ കാറ്റഗറിയിൽ വരുന്ന സോഷ്യൽ മീഡിയാസ് ആണ്? ഒരിക്കലും അല്ല. ഇൻസ്റ്റഗ്രാം ഒരു മീഡിയ ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ഫേസ്ബുക്ക് ഒരു സോഷ്യൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. ഇത് ഒരു ഡിജിറ്റൽ മാർക്കറ്റർ പഠിച്ചിരിക്കുന്നിടത്താണ് അദ്ദേഹം ക്രിയേറ്റീവും എഫക്റ്റീവും എഫിഷ്യന്റും പ്രൊഡക്ടിവിറ്റിയും ഉള്ള അഡ്വർടൈസ്മെന്റ് എന്ത് ചെയ്യുന്നത്, റൺ ചെയ്യുന്നത് കേട്ടോ. എന്തുകൊണ്ടാണെന്നറിയാം ഏറ്റവും കൂടുതൽ ആൾക്കാരും ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഫെയിൽ ആവുന്നത്? 61% മാർക്കറ്റേഴ്സും ഡോണ്ട് തിങ്ക് ദെയർ സ്ട്രാറ്റജീസ് എഫക്റ്റീവ്. അങ്ങനെ അവർ എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. ദിസ് ഈസ് ബിക്കോസ് ദേ ഫോക്കസ് ഓൺ വാനിറ്റി മെട്രിക്സ്, ലൈക്സും ഫോളോവേഴ്സിലൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ദേ ഫോക്കസ് ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് വാല്യൂ മെട്രിക്സിൽ അവർ എന്ത് ചെയ്യുന്നില്ല, ഫോക്കസ് ചെയ്യുന്നില്ല. വാല്യൂ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഡിജിറ്റൽ മാർക്കറ്റിൽ മെയിൻ ആയിട്ട് വേണ്ടത് ലൈക്കും ഫോളോവേഴ്സും ഒരിക്കലും അല്ല, സെയിൽസും ലീഡ്സും കൺവേർഷൻസും ആണെന്നേ. സോ Method skills we teach you to look past the numbers. You need to understand the ഒരു ബയ്യറിന്റെ ജേണി എന്താണെന്ന് നമ്മൾ പഠിക്കും. അവയർനെസ്, ദ യൂസർ റിയലൈസസ് ദേ ഹാവ് എ പ്രോബ്ലം. കൺസിഡറേഷൻ, ദ യൂസർ ലുക്സ് ഫോർ എ സൊല്യൂഷൻ. ആദ്യം ഒരു കസ്റ്റമർ മനസ്സിലാക്കുന്നു ഒരു പ്രോബ്ലം ഉണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ നിലത്ത് ചാടി എൻ്റെ ഡിസ്പ്ലേ പൊട്ടി, ദാറ്റ് ഈസ് മൈ പ്രോബ്ലം എന്ന് ഞാൻ അവെയർ ആവുന്നു. ദെൻ കംസ് ദി കൺസിഡറേഷൻ, ഇതിനെന്താണ് സൊല്യൂഷൻ, ഏതൊക്കെ ബ്രാൻഡുകൾ പ്രിഫർ ചെയ്യാം, ഫ്ലിപ്കാർട്ടിൽ പോകണോ ആമസോണിൽ പോകണോ. ദെൻ ഡിസിഷൻ, ദ യൂസർ ചൂസ് യുവർ ബ്രാൻഡ് ഓവർ എ കോമ്പറ്റേറ്റർ. അപ്പോഴായിരിക്കും ഫ്ലിപ്കാർട്ട് എന്നിലേക്ക് ആഡ് റൺ ചെയ്യുന്നത്. കാര്യം ഞാൻ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്തു നല്ല ഫോൺ ഏതാണെന്ന്. അപ്പോൾ ഫ്ലിപ്കാർട്ടിന് മനസ്സിലായത് അവൻ കയറി സെർച്ച് ചെയ്താണ് ഇവനിലേക്ക് ഒരു ആഡ് കൊടുത്തേക്കാമെന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലാണ്. ഞാൻ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുമ്പോൾ ആ ഫ്ലിപ്കാർട്ട് ആഡ് വരുന്നു. സോ ഞാൻ ഡിസൈഡ് ചെയ്യുന്നു. അതാണ് അവിടെ പറയുന്ന ഡിസിഷൻ. മാർക്കറ്റിംഗ് ടുഡേ ഈസ് നോ ലോങ്ങർ അബൌട്ട് ദി ലൗഡ് മെഗാഫോൺ. ഇറ്റ്സ് അബൌട്ട് ദി ഹെൽപ്ഫുൾ വിസ്പർ. ഇറ്റ്സ് അബൌട്ട് ബീങ് പ്രസന്റ് വെൻ എ കസ്റ്റമർ സെർച്ചസ് ഹൗ ഡു ഐ ഓർ വേർ ഈസ് ദി ബെസ്റ്റ്. സോ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന്റെ ബേസിക്സ്, അല്ലെങ്കിൽ ഒരു ഐഡിയ നിങ്ങൾക്ക് എനിക്ക് ഷെയർ ചെയ്ത് തരാനായിട്ട് ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്നുള്ള ബേസിക്സ് പറഞ്ഞു തന്നു എന്നാണ് എൻ്റെ വിശ്വാസം. നമ്മളുടെ സിലബസ് ഡീറ്റെയിൽ ഇത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പഠിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഈ പറയുന്ന ഫേസ്ബുക്കിൽ ആഡ് റൺ ചെയ്യാൻ, ഇൻസ്റ്റഗ്രാമിൽ ആഡ് റൺ ചെയ്യാൻ, ഗൂഗിൾ ആഡ്സിൽ ആഡ് റൺ ചെയ്യാൻ, നമ്മളിവിടെ പഠിക്കുന്ന പോലെ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പേപ്പർ ക്ലിക്ക് ഒക്കെ വരുന്ന ഗൂഗിൾ ആഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ പറയപ്പെടുന്ന ഫാക്ട്സ് ഇവിടെയൊക്കെ പറയുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത്ര എമൗണ്ട് സ്പെൻഡ് ആവുന്നത്, എങ്ങനെയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്, 3 സെക്കൻഡ് റൂൾ, 3 സെക്കൻഡ് കൊണ്ട് എങ്ങനെ ഒരു കസ്റ്റമറിനെ പിടിച്ചിരുത്താം, അതിനെങ്ങനെ AI-യുടെ ഹെൽപ്പ് നമുക്ക് ചെയ്യാം, ഈ ഡാറ്റ വാഷ് ക്രിയേറ്റഡ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ ഡാറ്റ നമ്മൾക്ക് കൈക്കലാക്കാൻ സാധിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ. അപ്പം ഇതൊരു കലാരൂപമായി കണ്ടുകൊണ്ട് ഇതിനെ വളരെ ഗംഭീരമായി പഠിച്ച് നല്ലൊരു പ്രൊഫഷണൽ കരിയർ നിങ്ങൾക്ക് സ്വന്തമാക്കാം, നല്ലൊരു ഫ്രീലാൻസർ ആവാം, നല്ലൊരു ഓൺട്രപ്രണർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് യൂസ്ഫുൾ ആവും. സോ നമ്മളുടെ ആദ്യത്തെ ഒരു മൊഡ്യൂള് ഡീറ്റെയിൽ ചെയ്ത് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.